കടയിൽ കിട്ടുന്ന പോലത്തെ പിസ്സ നമുക്കിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അതും ഫ്രൈയിങ് പാനിൽ. ആദ്യം നമുക്ക് മാവ് ഉണ്ടാക്കാനായിട്ട് ചെറിയ ചൂടുവെള്ളത്തിലോട്ട് കുറച്ച് ഈസ്റ്റ്, കുറച്ച് പഞ്ചസാര. ഇവിടെ ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ ഈസ്റ്റും ഇട്ടാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പോലത്തെ ലെയർ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് കറക്റ്റായിട്ട് ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രോസസ്സ് വീണ്ടും ചെയ്യണം. ഇനി ഈ ഈസ്റ്റ് കലക്കി വെച്ച വെള്ളത്തിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഒരു പാത്രം ഗോതമ്പ് പൊടിയും ഒരു പാത്രം മൈദപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മൈദ മാത്രം ആഡ് ചെയ്താലും മതി. നമ്മൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രം മൈദയും ഒരു പാത്രം ആട്ടയാണ് ഇട്ടേക്കുന്നത്. അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക, കുറച്ച് പാലും പൊടി ആഡ് ചെയ്യുക. ഇനി ആവശ്യത്തിന് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പം അത്യാവശ്യം നമ്മൾ മിക്സ് ചെയ്തൊരു ബോൾ പോലെ ആക്കിയിട്ടുണ്ട്. കുറച്ച് ഓയിൽ പുരട്ടി നമ്മൾ വെക്കണം. ഒരു കുറേ സമയം വെക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ ഒരു 2 മണിക്കൂറാണ് വെച്ചേക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് നമുക്ക് ഈസ്റ്റൊക്കെ ആയിട്ടൊന്ന് വീർത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആവുന്നതിനൊക്കെ മുമ്പ് നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പിസ്സ സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് തക്കാളി, മുളക്, സവാള, വെളുത്തുള്ളി, ഇത് 3 നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ തക്കാളിയുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു സോസായിട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്തതെന്ന് പറയാനായിട്ട് നമ്മളൊരു ഫ്രൈയിങ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ആ ഓയിലോട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചാൽ നമ്മുടെ പിസ്സേൻ്റെ സോസ് എടുത്ത് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ആവശ്യത്തിന് ഇപ്പോൾ 1/2 സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യുക. ഞാനൊരു 2-3 സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ കൂടുതലിടാം. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെന്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ സോസും റെഡി ആയിട്ടുണ്ട്. സോസ് ഒന്ന് കുറച്ച് നേരം മാറ്റി വയ്ക്കണം. എന്നാലാണ് നമുക്കൊരു പിസ്സ സോസിന് വേണ്ടിയിട്ടുള്ളൊരു രൂപത്തിലോട്ട് മാറുള്ളൂ. അപ്പോൾ നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഇപ്പോൾ നന്നായിട്ട് വീർത്ത് മുകളിൽ വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് പീസാക്കി മാറ്റാം. നമുക്ക് അതിനുവേണ്ടി മിക്സ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ 2 പീസ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒന്ന് വെജും ഒന്ന് ചിക്കൻ പീസയും. ഇപ്പോൾ 2ആക്കി തിരിച്ചിട്ടുണ്ട് നമ്മുടെ മാവിന്. ഇനി നമ്മളൊരു ഫ്രൈയിങ് പാനിൽ എടുക്കുക. ഫ്രൈയിങ് പാനിൽ കുറച്ച് ഓയിൽ വരട്ടിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പീസ് എടുത്തിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് പരത്തി വയ്ക്കാം. കൈ യൂസ് ചെയ്ത് പരത്തിയാൽ മതി. കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തോട്ടും പതുക്കെ നീക്കിയിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. ഇപ്പം അത്യാവശ്യം നല്ലപോലെ റൗണ്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യണം. എന്നല്ലെങ്കിൽ നമ്മൾ ചൂടാക്കാൻ നേരത്ത് വീർത്ത് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ പിസ്സയുടെ സോസ് എടുത്ത് ബേസായിട്ട് കൊടുക്കുക. ബേസായിട്ട് അത്യാവശ്യം നല്ലപോലെ എല്ലായിടത്തും ആക്കിയെടുക്കുക. പിസ്സ ആയാലും ചിക്കൻ പിസ്സ ആയാലും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഇത്രയും വരെ സെയിം ആണ്. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ടോപ്പിങ്സ് മാത്രം വ്യത്യാസമുള്ളൂ. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മുകളിൽ ആഡ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ വെജ് മാത്രമാണെന്നുണ്ടെങ്കിൽ വെജ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ മുകളിൽ ആഡ് ചെയ്യാം. ഇനി നമ്മുടെ ചീസ് എടുക്കുക. ചീസ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് പിസ്സ സോസിൻ്റെ മുകളിൽ ഇടുക. ആവശ്യത്തിന് കൂടുതൽ കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതിനുശേഷം നമ്മൾ ഏത് ടോപ്പിങ്സ് ആണോ ആഡ് ചെയ്യുന്നത് ആ ടോപ്പിങ്സ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ ഇഷ്ടമുള്ള ടോപ്പിങ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ടൊമാറ്റോയും ക്യാരറ്റും ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കനും ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ടോപ്പിങ്സ് ആഡ് ചെയ്തതിന് ശേഷം ഒരു ലെയർ നമ്മുടെ ചീസും കൂടി ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മുകളിൽ. ചീസ് നല്ലപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ല ടേസ്റ്റി ആവും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പിസ്സയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ വെജ് പിസ്സയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. അതിലാകുമ്പോൾ നമ്മൾ വെജായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ നമ്മുടെ ചീസിൻ്റെ ഒരു ലെയറോടും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെജ് പിസ്സയും റെഡിയായി. ഇപ്പോൾ 2 പിസ്സ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കിംഗ് ടൈം 20 മിനിറ്റാണ് നമുക്ക് പിസ്സ വേവിക്കേണ്ട സമയം. 20 മിനിറ്റിൽ ലോ ഫ്ലെയിമായിട്ട് വെക്കാൻ പാടുള്ളൂ. തീ കുറച്ച് വയ്ക്കുക. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചീസെല്ലാം ഒന്ന് മെൽറ്റായിട്ട് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. നമുക്ക്
അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ പിസ്സ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഏകദേശം ഇതേപോലെ ഇരിക്കും നമ്മുടെ പിസ്സ. നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഓർഗാനോ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തംസ് അപ്പ് അടിക്കുക.